ഇളം നീല ആകാശക്കുടയുടെ കീഴിൽ പച്ചപുതച്ച വിശാലമായ വയലിൻ്റെ ഒത്തനടുക്കുള്ള വലിയൊരു ആൽമരത്തറയിലിരുന്ന് കാറ്റിൽ ഇളകിയാടി സദാ ചിരിക്കുന്ന ആലിലകളുടെ സംഗീതം മാത്രം കേട്ട് വെറുതെയിരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ടാകും? ചില കാഴ്ചകൾ കണ്ണിനല്ല, മനസ്സിനാണ് കുളിർമ പകരുന്നത്. അത്തരത്തിലൊന്നാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പാലക്കാടൻ കാറ്റേറ്റ് നിൽക്കുന്ന വാഴാലിക്കാവ്. ഒരു ക്ഷേത്രദർശനം എന്നതിനപ്പുറം പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ പുണ്യഭൂമി. തൃശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കും പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനും ഇടയിലായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളത്താണ് വാഴാലിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപടത്തിൻ്റെ കൃത്യമായ അതിരുകൾ നോക്കിയാൽ ഇത് തൃശൂർ ജില്ലയാണ്. എന്നാൽ പുഴയ്ക്കപ്പുറം വള്ളുവനാടൻ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ കവളപ്പാറ സ്വരൂപത്തിൻ്റെ ഭാഗമായ ഷൊർണൂർ ത്രാങ്ങാലിയാണ്. അതുകൊണ്ട് തന്നെ വാഴാലിയെ വള്ളുവനാടൻ അഴകിൻ്റെ വാഴാലി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പച്ചപുതച്ച വിശാലമായ പാടങ്ങൾ, പാടത്തിനറ്റത്ത് വരമ്പിനോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന കൂത്തുമാടം, പൈതൃകത്തെയും സംസ്കാരത്തെയും തലമുറകളിലേക്ക് പകർന്നു നൽകി ഒഴുകുന്ന നിളാനദി. ഇതൊരു സ്വപ്നതുല്യമായ ദൃശ്യമാണ്. നടവരമ്പ് അവസാനിക്കുന്നത് പാലക്കാടൻ കാറ്റിൽ ഇലകൾ ഇളകിയാടുന്ന അരയാലിൻ ചുവട്ടിലാണ്. ഇവിടെ നിന്ന് അമ്മയെ തൊഴുത് മുന്നോട്ട് നടന്നാൽ പിന്നെ കാണുന്നത് നിബിഡമായ സർക്കാർ വനമാണ്. പ്രകൃതി ഒരറ്റത്ത് പുഴയായും മറ്റൊരറ്റത്ത് കാടായും ഈ കാവിനെ പൊതിഞ്ഞു നിൽക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ശ്രീ വാഴാലിക്കാവ് നിളയോരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹാരിത നിറഞ്ഞിട്ടുള്ള വാഴാലിക്കാവ് ക്ഷേത്രം ചരിത്രപരമായും ഐതിഹ്യപരമായും ഒരുപാട് കേൾവികളും ഉള്ള ക്ഷേത്രമാണ് വാഴാലിക്കാവ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വെളിച്ചപ്പാട്, 2 കൊടിമരം, 2 ഭഗവതി പ്രതിഷ്ഠകൾ, അമ്മയും മകളും എന്നുള്ള സങ്കല്പമാണ്. അമ്മ വാഴാലിക്കാവിലമ്മ, വാഴാലിമുത്തി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റേ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നവകുമ്പൽ അമ്മ, അത് മകള് എന്നുള്ള സങ്കല്പമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ദാരികവതം പാട്ട്, കാലത്ത് 8 മണിയോടുകൂടെ ആരംഭിക്കുന്ന ദാരികവതം പാട്ട് 365 ദിവസം ഉള്ളതാണ്. ഓരോ ദിവസവും ഓരോ ഭക്തരുടെ വഴിപാടായിട്ട് ചെയ്യുന്നതാണ്. വാഴാലിക്കാവിലെ പ്രതിഷ്ഠാസങ്കല്പം അത്ഭുതകരമായ വൈവിധ്യവും ആഴമേറിയ വിശ്വാസങ്ങളും ഇഴചേർന്ന ഒന്നാണ്. അഴകിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഈ സംഗമ ഭൂമിയിൽ പ്രധാനമായും 2 ഭഗവതിമാരാണ് കുടികൊള്ളുന്നത്. വടക്കോട്ട് ദർശനമായി വാഴുന്ന വാഴാലിക്കാവിലമ്മയും പടിഞ്ഞാറോട്ട് ദർശനമായി വാഴുന്ന നവകുടുംബക്കാവിലമ്മയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. ഭദ്രകാളിയും നാവുമ്പക്കാവിലമ്മയുമാണ് ഇരുവരും. ഇവർ തമ്മിൽ അമ്മയും മകളുമാണെന്നാണ് ഭക്തർക്കിടയിലുള്ള ദൃഢമായ വിശ്വാസം. കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വാഴാലിക്കാവിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ഈ 2 ദേവിമാർക്കും പ്രത്യേകം കൊടിമരങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പരിശോധിച്ചാൽ വാഴാലിക്കാവിലെത്തും മുമ്പ് ഭഗവതി അയൽഗ്രാമമായ കിള്ളിമംഗലം കാവിലായിരുന്നു കുടികൊണ്ടിരുന്നത് എന്ന് കാണാം. ഈ പുരാതന ബന്ധത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇന്നും കിള്ളിമംഗലത്തെയും വാഴാലിക്കാവിലെയും വേലകൾ തമ്മിൽ അഭേദ്യമായ ബന്ധം പുലർത്തുന്നത്. 2 ക്ഷേത്രങ്ങളിലും ഒരേ വെളിച്ചപ്പാട് തന്നെ എത്തുന്നതും ഇതിൻ്റെ ഭാഗമാണ്. വടക്കോട്ട് നോക്കി നിൽക്കുന്ന അമ്മയുടെ ഗാംഭീര്യവും പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്ന മകളുടെ ശാന്തതയും ഈ ക്ഷേത്രത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തിന് സവിശേഷമായ ഒരു ചൈതന്യം പകരുന്നു. വാഴാലിപ്പാടം ഓരോ ഋതുവിലും ഓരോ വേഷപ്പകർച്ചയിലാണ്. വൃശ്ചികത്തിലെ മണ്ഡലക്കാലം തുടങ്ങുന്നതോടെ ഇവിടെ കളമെഴുത്തും പാട്ടും ആരംഭിക്കുന്നു. മകരമാസമാകുമ്പോൾ പാടം പൊന്നിൻ നിറമണിയും. കൊയ്ത്ത് കഴിഞ്ഞ് പാടം വെറും നിലമാകുമ്പോൾ അവിടം വേലയ്ക്കായി ഒരുങ്ങുന്നു. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് വിശ്വപ്രസിദ്ധമായ വാഴാലിക്കാവ് വേല. ഈ നാടിൻ്റെ ഐശ്വര്യമെന്നാണ് ഈ ഉത്സവത്തെ വിളിക്കുന്നത്. മുല്ലക്കാവ്, പടിഞ്ഞാറ്റുമുറി, തൊഴുപ്പാടം, ഉന്നത്തൂർ എന്നീ 4 ദേശങ്ങൾ ഒത്തുചേരുന്ന സംഗമ ഭൂമിയാണിത്. ഉച്ചയോടെ ദേശപൂരങ്ങൾ ഒന്നൊന്നായി കാവിലമ്മയ്ക്ക് മുന്നിലേക്ക് ആഘോഷമായെത്തും. വെളിച്ചപ്പാടിൻ്റെ തുള്ളലും ആനച്ചന്തവും പഞ്ചവാദ്യവും ചേർന്നൊരുക്കുന്ന ലഹരി ഗ്രാമത്തെ മുഴുവൻ ആവേശത്തിലാഴ്ത്തും. വിദേശത്തും ദൂരദേശങ്ങളിലും ജോലി ചെയ്യുന്ന വാഴാലിപ്പാടത്തുകാർ മണ്ഡലക്കാലത്തോ വേലയ്ക്കോ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നു എന്നത് ഈ മണ്ണുമായുള്ള അവരുടെ പൊക്കിൾക്കൊടി ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മീനമാസത്തിലെ പ്രതിഷ്ഠാദിനവും വിശേഷപ്പെട്ട ഒന്നാണ്. ക്ഷേത്രത്തിന് വർഷം വരച്ചാൽ നമുക്ക് ഒരു 10-60 വർഷത്തിൻ്റെ പഴക്കമാണ്. പൂർവികമായുള്ള ചിങ്ങമാസത്തിൽ തുടങ്ങും കഴുതി പാട്ട്. ദൂരെ നിൽക്കുന്നതാണ് ആളുകൾ കൂടുതൽ. അത് ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാകും, ഇന്നലെ 5-6 വണ്ടി ഉണ്ടാകും. ഭയങ്കര തിരക്കാണ്. ഇന്നും ഒരു തിരക്കുണ്ടാകും. വാഴാലിക്കാവിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിരിക്കുന്ന പാഞ്ഞാൾ ദേശത്തെക്കുറിച്ച് പറയാതെ വയ്യ. ലോകത്ത് മറ്റെങ്ങുമില്ലാത്ത യാഗ പാരമ്പര്യമാണ് പാഞ്ഞാൾ പിന്തുടരുന്നത്.
കേരളത്തിൽ സാമവേദികളുള്ള ഏക വേദഗ്രാമമാണിത്. പെരുവനം ഗ്രാമത്തിൽ നിന്ന് സാമൂതിരിപ്പടയെ പേടിച്ച് പാഞ്ഞു വന്നവർ കുടിയിരുന്ന ഇടമായതിനാലാണ് പാഞ്ഞാൾ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും ഈ ഗ്രാമത്തിന് സ്ഥാനമുണ്ട്. നമ്പൂതിരി ബാലികാ വിദ്യാലയം, അതായത് ഇന്നത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇതിന് ഉദാഹരണമാണ്. ഈ വൈദികവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിൻ്റെ തണലിലാണ് വാഴാലിക്കാവിലമ്മ വാഴുന്നത്. വാഴാലിക്കാവിൻ്റെ ഏറ്റവും വലിയ അടയാളം അവിടെ ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന കൂത്തുമാടങ്ങളാണ്. 100-ലധികം വർഷം പഴക്കമുള്ള ഈ മാടത്തിലാണ് കമ്പരാമായണ കഥകൾ തോൽപ്പാവകളിലൂടെ പുനർജനിക്കുന്നത്. ദേവിക്ക് രാമായണ കഥ കാണാനാണത്രേ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ മാടം നിർമ്മിച്ചിരിക്കുന്നത്. വാഴാലിക്കാവിലെ ഉത്സവരാവുകളെ ഭക്തിസാന്ദ്രമാക്കുന്ന പാവക്കൂത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ഒരു അനുഷ്ഠാനമാണ്. വേലയ്ക്ക് 8 ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ നടത്തുന്ന കൂറയിടൽ എന്ന സവിശേഷമായ ചടങ്ങോടെയാണ് ഈ നിഴൽ നാടകത്തിന് തുടക്കമാകുന്നത്. വിശ്വനാഥ പുലവരെ പോലെയുള്ള പ്രഗത്ഭരായ ആചാര്യന്മാർ ഇന്നും ഈ പൈതൃകത്തെ വരും തലമുറയ്ക്കായി നെഞ്ചേറ്റുന്നു. ഈ കലയിലെ ഓരോ പാവയുടെ നിർമ്മാണവും അതീവ വൈദഗ്ധ്യം ആവശ്യപ്പെടുന്ന ഒന്നാണ്. പണ്ട് മാൻതോലിലായിരുന്നു പാവകൾ നിർമ്മിച്ചിരുന്നത് എങ്കിൽ ഇന്നവ പ്രധാനമായും കാളത്തോലിലാണ് ഒരുക്കുന്നത്. ഉണക്കിയെടുത്ത തോലിൽ രൂപങ്ങൾ വരച്ച് വെട്ടിയെടുക്കുന്നതിനോടൊപ്പം പ്രകാശം കടത്തിവിട്ട് രൂപങ്ങൾ വ്യക്തമാക്കുന്നതിനായി സൂര്യക്കൊത്ത്, ചന്ദ്രക്കല എന്നിങ്ങനെ വ്യത്യസ്ത ആകൃതിയിലുള്ള ഉളികൾ കൊണ്ട് പാവകളിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങളിടുന്നു. പാവകളുടെ പണികളെല്ലാം പൂർത്തിയായ ശേഷം ഏറ്റവും ഒടുവിലാണ് അവയുടെ കണ്ണുകൾ കൊത്തിയെടുക്കുന്നത്. ഈ നിമിഷത്തോടെ പാവയ്ക്ക് ദൈവികമായ ജീവൻ കൈവന്നു എന്നാണ് വിശ്വാസം. രാത്രിയുടെ നിശബ്ദതയിൽ കൂത്തുമാടത്തിലെ വെള്ളത്തുണിക്ക് പിന്നിൽ നിരത്തിവെച്ച ചിരാതുകളുടെ പ്രകാശത്തിൽ ചെന്തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ പുലവർ കമ്പരാമായണ കഥകൾ പാടുമ്പോൾ രാമരാവണ യുദ്ധത്തിൻ്റെ വീറും വാശിയും നിഴൽ രൂപങ്ങളായി പ്രേക്ഷക മനസ്സുകളിൽ പുനർജനിക്കുന്നു. ഞങ്ങളിവിടെ കേട്ടറിഞ്ഞ് വന്നതാണ്. നല്ലൊരു വൈബാണ് ഇവിടെ. നല്ല വൈകിട്ടൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറയാൻ രാവിലെ നേരത്തുള്ള ദാരികോതമ്പാട്ട്, അത് കുടുംബത്തിൻ്റെ ഐശ്വര്യം, ക്ഷേമത്തിന്, ഓരോ അസുഖങ്ങളുടെ നിവാരണത്തിന് ഒക്കെ വേണ്ടിയിട്ട് നടത്തപ്പെടുന്നതാണ് ദാരികോതമ്പാട്ട്. അത് കല്ലാറ്റ് കുറുപ്പന്മാർ ദാരികവധം പാടി ഭഗവതിയെ സ്തുതിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ രാത്രി വൈകുന്നേരങ്ങളിലുള്ള കളമെഴുത്തുപാട്ട്, അത് പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് കളം വരച്ച് വെളിച്ചപ്പാട്ടിൻ്റെ നൃത്തത്തോടു കൂടി കളം വായിക്കുന്ന ഒരു ചടങ്ങാണ്. മലയാള ചലച്ചിത്ര ചരിത്രത്തോളം തന്നെ ആഴത്തിൽ പതിഞ്ഞതാണ് വാഴാലിക്കാവിലെ ഓരോ കാഴ്ചകളും. വാഴാലിക്കാവിലെ വിശാലമായ മൈതാനത്തെ ആൽമരങ്ങളും തൊട്ടടുത്ത് ഒഴുകുന്ന നിളാനദിയുടെ മണൽപ്പരപ്പും മലയാള സിനിമയുടെ പ്രിയപ്പെട്ട പശ്ചാത്തലങ്ങളായി മാറിയിട്ട് പതിറ്റാണ്ടുകളായി. കാലാതീതമായ ഗ്രാമഭംഗി തുളുമ്പുന്ന ഈ ദേശം 100-ലധികം സിനിമകൾക്കാണ് ലൊക്കേഷനായിട്ടുള്ളത്. മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന മഴവിൽക്കാവടി, നഖക്ഷതങ്ങൾ, സല്ലാപം, ആറാം തമ്പുരാൻ തുടങ്ങിയ ക്ലാസിക്കുകൾ മുതൽ ചന്ദ്രോത്സവം, കിളിച്ചുണ്ടൻ മാമ്പഴം, പോക്കിരിരാജ, ഗോദ, അജഗജാന്തരം, ആറാട്ട് തുടങ്ങിയ വൻ വിജയങ്ങൾ നേടിയ ചിത്രങ്ങൾ വരെ ഈ ക്ഷേത്രമുറ്റത്തിൻ്റെ ഭംഗി അഭ്രപാളികളിൽ പകർത്തിയിട്ടുണ്ട്. ഓരോ സിനിമയിലും ഓരോ ഭാവത്തിലാണ് വാഴാലിക്കാവും വാഴാലിപ്പാടവും പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇന്ന് വെള്ളിത്തിരയ്ക്ക് പുറമെ ഡിജിറ്റൽ യുഗത്തിലും ഈ ദേശം തരംഗമാണ്. ഡ്രോൺ ക്യാമറകളിൽ വരച്ചുവെച്ച ചിത്രം പോലെ സുന്ദരമായി തോന്നിക്കുന്ന ഈ ഭൂപ്രദേശം സോഷ്യൽ മീഡിയയിലെ സേവ് ദ ഡേറ്റ് ഷൂട്ടുകൾക്കും ട്രെൻഡിംഗ് റീൽസുകൾക്കും ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറിയിരിക്കുന്നു. സിനിമകളിലൂടെ പരിചിതമായ ഈ ദൃശ്യഭംഗി നേരിൽ കാണാനും പകർത്തിയെടുക്കാനും ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി സഞ്ചാരികളാണ് നിത്യവും ഇവിടെ എത്തുന്നത്. കാലം മാറുമ്പോഴും കാർഷിക സംസ്കാരം മങ്ങുമ്പോഴും വാഴാലിക്കാവ് ഒരു കാവലായി നിലകൊള്ളുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് പാലക്കാടൻ വേനൽക്കാറ്റിൽ ഉയരുന്ന പൊടിയും ജ്വലിക്കുന്ന സൂര്യനും ഇന്നാട്ടുകാർക്ക് തടസ്സമല്ല. അവർക്ക് ഇത് വെറുമൊരു ക്ഷേത്രമല്ല, മറിച്ച് അവരുടെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. മൊബൈൽ സ്ക്രീനുകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് പോലും വാഴാലിക്കാവിൻ്റെ മണ്ണിൽ ചവിട്ടുമ്പോൾ കിട്ടുന്ന ആ സ്വച്ഛത മറ്റെങ്ങും ലഭിക്കില്ല. ആൽമരച്ചുവട്ടിലെ കാറ്റിലും നിളയുടെ നീരൊഴുക്കിലും കൂത്തുമാടത്തിലെ മന്ത്രോച്ചാരണങ്ങളിലും വാഴാലിക്കാവിൽ അമ്മയുടെ സാന്നിധ്യം ഇന്നും ഭക്തർ അനുഭവിച്ചറിയുന്നു. നിളാനദിയുടെ തീരത്തുള്ള ഈ സുന്ദരമായ ഗ്രാമക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. തീവണ്ടി മാർഗമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്നും പൈങ്കുളം വഴി ഏകദേശം 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഴാലിക്കാവിലെത്താം. തൃശ്ശൂർ ഭാഗത്തു നിന്നും റോഡ് മാർഗം വരുന്നവർക്ക് ചേലക്കരയിലെത്തി അവിടെ നിന്നും പൈങ്കുളം, തൊഴുപ്പാടം വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വാഴാലിക്കാവ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉത്സവങ്ങൾ കൊണ്ടാടുന്ന കുംഭമാസമാണ്, അതായത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. കുംഭത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന പ്രസിദ്ധമായ വേലയും
അതിനോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തും കാണാൻ ഈ സമയമാണ് ഏറ്റവും ഉചിതം. കൂടാതെ മണ്ഡലകാലത്തും മീനമാസത്തിലെ പ്രതിഷ്ഠാദിനത്തിലും ക്ഷേത്രം സന്ദർശിക്കുന്നത് സവിശേഷമായ ഒരു ആത്മീയ അനുഭവം നൽകും. ക്ഷേത്രത്തിനടുത്ത് വരെ വാഹനങ്ങൾ പോകുമെങ്കിലും പാടവരമ്പിലൂടെയുള്ള ആ കാറ്റേറ്റുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. നിളയുടെ ഈ മണൽത്തരികളിൽ ഇനിയും എത്രയോ കഥകൾ ബാക്കിയുണ്ടാകാം. ആ വിശുദ്ധി നേരിട്ടറിയാൻ ഒരിക്കലെങ്കിലും വാഴാലിപ്പാടത്തിൻ്റെ വരമ്പുകളിലൂടെ ആ ആൽമരച്ചുവട്ടിലേക്ക് ഒന്ന് നടന്നു നോക്കൂ.